ഹലോ ഗായ്സ്, എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോണത് വെണ്ടയ്ക്ക വെച്ചിട്ട് ഒരു തീയലാണ് ഉണ്ടാക്കാൻ പോണത്. അതിനൊരു 1/2 കിലോ വെണ്ടയ്ക്ക നമ്മൾ എടുത്തിട്ടുണ്ട്. അതിന് നമ്മൾ റൗണ്ട് ഷേപ്പിൽ കുറച്ച് കട്ടി കൂട്ടിയിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്തതായിട്ട് നമുക്ക് ഇതൊന്ന് വഴറ്റിയെടുക്കുകയാണ് വേണ്ടത്. അതിനുവേണ്ടി നമ്മൾ ചട്ടി അടുപ്പത്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുക്കാവേ. എണ്ണ നന്നായിട്ട് ചൂടായി വരുന്നുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് കടുകിട്ട് പൊട്ടിക്കുന്നുണ്ട് കേട്ടോ. നമ്മുടെ കടുകൊക്കെ നന്നായിട്ട് പൊട്ടി വരുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിലേക്ക് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ 2 ഉണക്കമുളക് നടുവേ മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതൊരു ബ്രൗൺ കളറായി കഴിയുമ്പോഴത്തേനും നമ്മുടെ വെണ്ടയ്ക്ക അരിഞ്ഞു വെച്ചേക്കുന്നതെല്ലാം ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇത് നന്നായിട്ടൊന്ന് ഇളക്കി വഴറ്റിയെടുക്കാവേ. നമ്മളൊരു ലോ ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഇത് വഴറ്റിയെടുക്കുന്നത്. നന്നായിട്ട് കുറച്ച് നേരം എടുക്കും ഇതൊന്ന് വഴണ്ട് വരാൻ വേണ്ടി കേട്ടോ. അപ്പം നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ വഴണ്ട് വരുന്നുണ്ട്. കുറച്ച് നേരം എടുക്കും ഇത് വഴണ്ട് വരാൻ കേട്ടോ. നമുക്കതുവരെ വെയിറ്റ് ചെയ്യാവേ. ഇനി നമുക്ക് ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്താലോ. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പ് മാത്രമേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ. കറിയൊക്കെ ആയതിനു ശേഷം നിങ്ങൾക്ക് ഉപ്പില്ലെങ്കിൽ ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗായ്സ്, നമ്മുടെ വെണ്ടയ്ക്കയൊക്കെ വഴണ്ട് വരുന്നുണ്ട്. നമ്മുടെ ഏകദേശം പാകമാകണമെങ്കിൽ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പം നന്നായിട്ട് നമുക്ക് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്ക വഴണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് ഉടഞ്ഞു പോകണ്ട. നമ്മളിതിലേക്ക് കുറച്ച് അരപ്പൊക്കെ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അരപ്പൊക്കെ ഉണ്ടാക്കുന്നത് വരെ നമ്മുടെ വെണ്ടയ്ക്ക ഒന്ന് മാറ്റി വെക്കേണ്ടതായിട്ടുണ്ട്. ഇതിപ്പോൾ ഓൾറെഡി ആയിക്കഴിഞ്ഞു. ഇനി നമുക്കിതിലേക്ക് നമ്മുടെ മിക്സ് മാത്രം ചേർത്താൽ മതിയേ. അപ്പോൾ ഇതിന് നമ്മുടെ അരപ്പുണ്ടാക്കാനുള്ള പരിപാടികളൊക്കെ നമുക്ക് നോക്കാം. ഇനി നമുക്ക് കുറച്ച് തേങ്ങ വറുത്തെടുക്കാവേ. അതിനുവേണ്ടി നമ്മൾ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തേങ്ങ ചിരവിയത് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പം ഗായ്സ്, നമ്മുടെ തേങ്ങയൊന്നും കരിഞ്ഞു പോകാണ്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക കേട്ടോ. ഇനി ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്യണത് കുറച്ച് കറിവേപ്പിലയാണേ. അതിനുശേഷം ഒരു ഉണക്കമുളകും കൂടെ മുറിച്ചത് അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. ഏകദേശം ഒരു ബ്രൗൺ കളർ വരെ ആകുന്നത് വരെ നമ്മളിതിനെ വറുത്തെടുക്കണേ. അപ്പം നന്നായിട്ട് ഇളക്കിക്കൊണ്ടിരിക്കുക. ഇത് നമ്മുടെ തേങ്ങ ഏകദേശം ഒരു കളർ മാറി വരുന്നുണ്ട്. എന്നാലും ഇത് പോരാ. നന്നായിട്ടൊരു ഡാർക്ക് ബ്രൗൺ ആകുന്നത് വരെ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ. കണ്ടോ, നന്നായിട്ട് കളർ മാറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ തേങ്ങ സെറ്റായിട്ടുണ്ട്. ഇനി അതിലേക്ക് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ 1 സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ലേശം മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് പൊടിയുടെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അതിനുശേഷം നമ്മളിത് അരച്ച് വെക്കുന്നുണ്ട് കേട്ടോ. അത് ഞാൻ കാണിക്കുന്നില്ല. നമ്മളിതൊരു അരപ്പാക്കി എടുക്കുന്നുണ്ട്. കുറച്ച് വെള്ളമൊക്കെ ചേർത്തിട്ട് ഇതൊന്ന് അരച്ചെടുക്കുക കേട്ടോ. അപ്പം നമ്മുടെ തേങ്ങയൊക്കെ നമ്മൾ അരച്ചെടുത്തായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ വഴറ്റി വെച്ച വെണ്ടയ്ക്കയിലേക്ക് നമ്മൾ ആ മിക്സ് ഒഴിച്ചു കൊടുക്കുകയാണേ. ഒരുപാട് വെള്ളമൊന്നും ചേർത്തിട്ടില്ല. നല്ല കുറുകിയ അരപ്പാണ് കേട്ടോ. അപ്പം നന്നായിട്ട് അരപ്പൊക്കെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാവേ. അപ്പോൾ ഗായ്സ്, നമ്മുടെ അടിപൊളി വെണ്ടയ്ക്ക തീയൽ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. അപ്പം നല്ല ചോറിൻ്റെ കൂട്ടത്തിൽ നമ്മുടെ വെണ്ടയ്ക്ക തീയലൊക്കെ മിക്സ് ചെയ്ത് നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. അപ്പം നമ്മുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൊടുക്കണം കേട്ടോ. അപ്പം നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഓക്കെ, ബൈ, ടാറ്റാ.